ഹായ് ഫ്രണ്ട്സ്, സുനിൽ ടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ പൈപ്പ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എത്ര ഫോഴ്സിൽ വരുന്ന വെള്ളമാണെങ്കിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് പൈപ്പ് മുറിക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ട് ഇതിവിടെ നല്ല ഇതിൻ്റെ ചേർന്നിട്ടുള്ളൊരു ഭാഗത്ത് ഒരു പൊട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പൊട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതെങ്ങനെ ആദ്യം നമ്മളൊരു സാൻഡ് പേപ്പർ എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒട്ടിക്കാനുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ ഇത് വളരെ സക്സസ് ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 1.5 വർഷം മുമ്പ് എൻ്റെ വീട്ടിൽ ഇതുപോലെ പൊട്ടിയൊരു പൈപ്പ് ഞാൻ ചെയ്തിട്ട് ഇതുവരെ യാതൊരു കുഴപ്പമില്ല, ഇനിയും ഒരു കുഴപ്പമുണ്ടാവില്ല. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് പലരും ചെയ്യാറുണ്ടാവുമായിരിക്കും. അപ്പോൾ ചെയ്യുന്നതിന് ചെറിയൊരു മാറ്റമുണ്ട് ഇതിൻ്റെ അകത്ത്. അതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാരണവശാലും പിന്നീട് അത് പോകില്ല. അതിനെന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ പൊട്ടിയ പൈപ്പിൻ്റെ അതേ വലുപ്പത്തിലുള്ള തന്നെ ഒരു പൈപ്പ് എടുത്താൽ മതി. ഇപ്പോൾ 3/4 ഇഞ്ചാണെങ്കിൽ 3/4 ഇഞ്ച്, 1 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച്, അതേ വലുപ്പത്തിലുള്ള ഒരു പൈപ്പ് നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ഒരു 1 ഇഞ്ച് നീളത്തിൽ നമുക്കത് പൊട്ടിൻ്റെ ഇതനുസരിച്ച് ചിലപ്പം പൊട്ട് കുറച്ച് നീളത്തിലുണ്ടെങ്കിൽ കുറച്ച് നീളത്തിൽ നമ്മൾ മുറിച്ചെടുക്കുക. ഒരു കുറച്ച് ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അധികം കിട്ടുന്ന രീതിയിൽ ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഒന്ന് തുടച്ചൊക്കെ എടുക്കുക. അതിൻ്റെ ഇതിലുള്ള പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതുപോലെ നേരെ കട്ട് ചെയ്തിട്ട് പലരും ചെയ്യാറുണ്ട്, പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ശരിക്കും ഇതുപോലെ നമുക്ക് ചെരിച്ച് കട്ട് ചെയ്യണം. നേരെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിൽക്കാനുള്ള പാടുണ്ട്. അത് കുറച്ച് കാലം കഴിയുമ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും നിൽക്കും, ഒരു കാരണവശാലും പോവില്ല. അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ആക്സോ ബ്ലേഡ് എടുത്തിട്ട് ചെരിച്ച് ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു വശം ഇങ്ങനെ മുറിച്ചെടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെ മുറിച്ചെടുക്കുക. നമ്മുടെ വീട്ടിലുള്ള പൈപ്പൊക്കെ ഇതുപോലെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. ചുമരിനോട് ചേർന്നിട്ടുള്ള പൈപ്പാണെങ്കിലും എങ്ങനെയായാലും നമുക്കത് മുറിച്ചെടുത്തിട്ടൊക്കെ ചെയ്യണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം മുറിച്ചെടുത്ത് വേറെ ജോയിൻ്റ് ഇട്ട് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിലുള്ള ആർക്കും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്യണം. നേരെ കട്ട് ചെയ്യരുത്, ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്യുക. ചെരിച്ച് കട്ട് ചെയ്താലേ കറക്റ്റ് അത് നിൽക്കുകയുള്ളൂ. അത് പിന്നെ എത്ര കാലം വേണമെങ്കിലും അതുപോലെ തന്നെ നിന്നോളും, ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്ക് അവിടെ സോൾവെൻറ്റ് തേച്ച് പിടിപ്പിക്കാം. പൊട്ടിയ ഭാഗത്ത് കുറച്ച് വിട്ടിട്ട് നമ്മൾ ഈ പൈപ്പ് ഇടാൻ ഭാഗത്തിനുള്ള നമ്മൾ മുറിച്ചെടുത്ത പൈപ്പിന് പറ്റുന്ന അത്രയും രീതിയിൽ നമ്മൾ നല്ലോണം സോൾവെൻറ്റ് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളാക്കുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതിനുശേഷം നമ്മൾ ആ പൈപ്പ് ഒന്ന് വിടർത്തി പിടിച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് മെല്ലെ അങ്ങോട്ട് ക്ലിപ്പ് ചെയ്യുന്ന പോലെ ക്ലിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്ന് അങ്ങോട്ട് നീക്കി അങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ സോൾവെൻ്റ് തേച്ച ഭാഗത്ത് നമ്മൾ ആ പൊട്ടുള്ള ഭാഗത്ത് കറക്റ്റ് അപ്പുറത്തും ഇപ്പുറത്തേക്കും കുറച്ച് വീതി കിട്ടുന്ന രീതിയിൽ നമ്മളിതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സക്സസ് ആയി. നമുക്ക് വേണമെങ്കിൽ കുറച്ച് സോൾവെൻ്റ് സൈഡിലും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം. അതിൻ്റെ എവിടെയെങ്കിലും എത്തിയിട്ടില്ലെങ്കിൽ എന്താവാൻ വേണ്ടിയിട്ട് ഒന്ന് തേച്ച് ഒന്ന് പ്രസ് ചെയ്ത് അവിടെ കൊടുക്കാം. അത്രയും ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ നല്ല പ്രസ്സിങ്ങിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ആ ചെരിച്ച് കട്ട് ചെയ്തുകൊണ്ട് ഒരു ക്ലിപ്പ് പോലെ അതവിടെ സെറ്റായി നിൽക്കും, ഒരു കുഴപ്പമില്ല. അത് വിട്ടൊന്നും വരില്ല, എത്ര കാലം വേണമെങ്കിലും നിന്നോളും, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അതാണ് ഇത്. കണ്ടോ, ഇതുപോലെ നേരെ കട്ട് ചെയ്യുന്നവരുണ്ട്, പക്ഷേ നേരെയല്ല കട്ട് ചെയ്യേണ്ടത്. ശരിക്കും ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്യണം, എന്നാലാണിത് ശരിയായ രീതിയിൽ എത്ര കാലമാണ് നിൽക്കുള്ളൂ. ഇത് കണ്ടോ, ഞാൻ ഒരു 1.5 വർഷം മുമ്പ് നമുക്ക് ഇത് കണ്ടോ ഒരു കല്ല് വീണിട്ട് അവിടെ ഒരു പൊട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൊട്ട് നമ്മൾ വീട്ടുകൂടിൽ കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ പൊട്ടിയതായിരുന്നു. അപ്പോൾ പൊട്ടിയപ്പോൾ ഞാനത് മുറിക്കാനൊന്നും നിന്നില്ല, ഇതുപോലെ ചെയ്തതാണ്. ഇത് കണ്ടോ, ഇപ്പോൾ ഒരു കുഴപ്പമില്ല, 1.5 വർഷത്തിൻ്റെ മുകളിലായി. അത് മാത്രമല്ല, ഇത് എത്ര ഹൈറ്റിൽ നിന്നാണ് വെള്ളം വരുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വളരെ ഹൈറ്റിൽ നിന്ന് നമ്മൾ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം നല്ല ഫോഴ്സിൽ വരുന്ന വെള്ളമാണ്, എങ്കിലും ഒരു കുഴപ്പമില്ല. അത് അതേപോലെ ഉണ്ട്. കണ്ടോ, നമ്മൾ ഒറിജിനൽ പൈപ്പ് പിടിപ്പിച്ച പോലെ തന്നെ ഒരു ഇത് ഇട്ട പോലെ തന്നെ വളരെ സേഫായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടോ, നമ്മൾ ഇത്രയും ഹൈറ്റിൽ നിന്നാണ് വെള്ളം വരുന്നത്, എന്നിട്ടും നമുക്കൊരു കുഴപ്പവും വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല, ഇനി വരികയില്ല. കാരണം അത്രയും സക്സസ് ആയിട്ട് അത് നിൽക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിലെവിടെയെങ്കിലും പൈപ്പൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുറിച്ച് ഇതാക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതുപോലെ ഒരു ക്ലിപ്പ് പോലെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സേഫായിട്ട് നിൽക്കും. കണ്ടോ, ഇത് ഇപ്പം നമ്മൾ ചെയ്തത് അത് സോൾവെൻ്റ് ഒന്ന് ഇതായിരിക്കും. നമ്മൾ ഓണാക്കി നോക്കി, അത് ഒരു കുഴപ്പമില്ല, സക്സസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി അത് എത്ര കാലമാണ് നിന്നോളും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഉപകാരപ്പെടുന്ന പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.